നാളെ അതായത് വെള്ളിയാഴ്ച രാത്രി 9 മണിക്കും ഫ്ലവേഴ്സ് ഒരു കൂടിയിൽ പങ്കെടുക്കുന്ന അതിഥിക്കൊരു പ്രത്യേകതയുണ്ട്. സെറിബ്രൽ പാൾസി ബാധിച്ച ഒരാൾ സിവിൽ സർവീസസ് പരീക്ഷയിൽ വിജയിച്ചു എന്ന വാർത്ത വന്നില്ലേ, ശാരിക എ.കെ. ഒരുപക്ഷെ ഇന്ത്യയുടെ സിവിൽ സർവീസസ് ചരിത്രത്തിൽ ആദ്യമാണ് സെറിബ്രൽ പാൾസി എന്ന രോഗം ബാധിച്ച ഒരാൾ ഈ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകുന്നത്. എന്തായാലും ഈ സെറിബ്രൽ പാൾസി എന്ന രോഗത്തെ അതിജീവിച്ച് സിവിൽ സർവീസിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വ്യക്തിയായി കോഴിക്കോട്ട് കൊയിലാണ്ടിയിലെ എ.കെ. ശാരിക മാറുമ്പോൾ നമുക്ക് അഭിമാനം. ഈ പരിപാടി നാളെ രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഇന്ന് രാത്രി 9 മണിക്ക് നിമിഷപ്രിയയുടെ അമ്മ പങ്കെടുക്കുന്ന പരിപാടി. നാളെ രാത്രി 9 മണിക്ക് എ.കെ. ശാരിക. സിവിൽ സർവീസസ് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ മത്സരാർത്ഥികൾ നേരിടേണ്ടത് പല വെല്ലുവിളികളാണ്. എന്നാൽ ശാരികയ്ക്ക് ആ വെല്ലുവിളികൾക്കുമെല്ലാം അപ്പുറത്തേക്ക് അതിജീവിക്കേണ്ടിയിരുന്നത് സ്വന്തം ശാരീരിക പരിമിതികളെ കൂടിയായിരുന്നു. ജന്മന സെറിബ്രൽ പാൾസി ബാധിതയായ ശാരികയ്ക്ക് സ്വന്തം ശരീരത്തിലെ 3 വിരലുകൾ മാത്രമേ ചലിപ്പിക്കാനാകൂ. ഇതെല്ലാം മറികടന്ന് ശാരിക സ്വന്തമാക്കിയത് 922 റാങ്ക്. അതെ സർ, എന്റെ ഫ്രണ്ട് ഗോകുൽ വിളിച്ചിട്ടാണ് ഞാൻ അറിയുന്നത് സെലക്ഷൻ കിട്ടി. 922 റാങ്ക് ആണെന്ന് പറഞ്ഞപ്പോ വല്ലാണ്ട് എക്സൈറ്റ് ആയിപ്പോയി. സിവിൽ സർവീസസ് പരീക്ഷയിൽ 2ാമത്തെ ശ്രമത്തിലാണ് ശാരിക എ.കെയുടെ നേട്ടം. വിജയത്തിന്റെ പൂർണ്ണ ക്രെഡിറ്റും ശാരിക നൽകുന്നത് മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും. ഈ ആദ്യ അറ്റംപ്റ്റ് ഒന്ന് ഫെയിലായി, 2ാമത്തെ അറ്റംപ്റ്റിലാണ് നമുക്ക് കടക്കാൻ പറ്റിയത് അല്ലേ? അതെ സർ. ആദ്യ അറ്റംപ്റ്റിൽ എവിടെ വരെ എത്തി? ഇന്റർവ്യൂ പോകാൻ പറ്റിയോ? മെയിൻ എക്സാം പ്രിലിമിനറി കിട്ടിയില്ല. ക്ലിയർ ചെയ്തില്ല സർ. പിന്നെ അത് വാശിയോടെ പ്രിലിമിനറി മെയിനും ഒക്കെ കടന്ന് അവസാനം ഇന്റർവ്യൂവിലെത്തി ഇങ്ങനെ വിജയിച്ച് നിൽക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. ലേറ്റ് ആയിപ്പോയി. ഇംഗ്ലീഷ് ഭാഷയിലും സാഹിത്യത്തിലും ശാരികയ്ക്ക് ബിരുദമുണ്ട്. ഇപ്പോൾ ഡിസ്റ്റന്റായി സോഷ്യോളജിയിൽ PG ചെയ്യുന്നു. കീഴരിയൂർ എരേമൻകണ്ടി ശശിയും രാഖിയുമാണ് ശാരികയുടെ മാതാപിതാക്കൾ. +2 വിദ്യാർത്ഥി ദേവിക സഹോദരിയാണ്. ഈ സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന ഈ രോഗം പിടിപെട്ടിപ്പോൾ എത്ര കാലമായി? ജന്മനാളെ സർ, ജനിക്കുമ്പോഴേ ഉണ്ട്. എത്ര വയസ്സുള്ള മനസ്സിലായത് ഈ അസുഖം ഉണ്ടെന്നുള്ളത്? ജനിക്കുമ്പോൾ 2 കാലുകളും ക്രോസ് ആയിട്ടായിരുന്നു ഉണ്ടായത്. ആ ടൈമിൽ തന്നെ ഓപ്പറേഷൻ ചെയ്തു. ശാരികയുടെ അസാധാരണമായ വിജയകഥ നാളെ ഫ്ലവേഴ്സ് ഒരു കോടി രാത്രി 9 മണിക്ക് സംപ്രേഷണം ചെയ്യും. ന്യൂസ് ഡെസ്ക് 24.